ബിജെപിയുടെ വോട്ട് ഷെയറിനെ കുറിച്ച് പറയാം. ബിജെപിയുടെ വോട്ട് ഷെയർ 2019 നിന്ന് കൂടിയിട്ടുണ്ട്. യു മേ ചെക്ക് ദ ഫിഗേഴ്സ്. അപ്പോൾ 2024 ബിജെപിയുടെ എൻറ്റയർ ഇന്ത്യയിലെ വോട്ട് ഷെയർ കൂടിയിട്ടുണ്ട്. ഇത് എന്ന് പറയുന്നത് ഒരു ആന്റി ഇൻകംബൻസിയാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അതായത് കൂട്ടമായി ചേർന്നുള്ള ഇന്ത്യ മുന്നണിക്ക് ഇനി സമാഹരിക്കാനായി പാർട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. സമാഹരിക്കാൻ പറ്റുന്ന എല്ലാ പാർട്ടികളെയും അണിനിരത്തി പറയാൻ പറ്റുന്നതിന്റെ പരമാവധി വിഷയങ്ങൾ പറഞ്ഞതിന് ശേഷം കിട്ടുന്ന ഒരു മാൻഡേറ്റ് ആണിത്. അതിനെ നമ്മൾ അംഗീകരിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പറഞ്ഞു തീർത്തോട്ടെ സാർ. 5 പേർ അല്ല, ഞാൻ പറഞ്ഞതിന് ശേഷം ഓക്കെ. അപ്പോൾ ഒഡീഷയിലെയും അരുണാചലിലെയും ബിജെപിയുടെ വിജയത്തെക്കുറിച്ച് ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറല്ലാരും. അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലെ വിജയത്തെക്കുറിച്ചും മൗനമാണ്. അതിനെക്കുറിച്ച് പറയാനും ആരും തയ്യാറാകുന്നില്ല. പിന്നെ ഈ സംസ്ഥാന നിയമസഭകളിൽ ഒപ്പം തന്നെ ഒഡീഷയിലെ ലോക്സഭാ സീറ്റുകളിലെ സ്വീപ്പ് ഉണ്ണിസാർ കാണാതെ പോയതായിരിക്കും. ഉണ്ണിസാറിന്റെ പ്രവചനത്തിനും അപ്പുറം പോയി ഒഡീഷ എന്നുള്ളത് ഒരു ഫാക്റ്റാണ്. പിന്നെ അരുണാചൽ തിരിച്ച് രണ്ടാം ഊഴത്തിലേക്ക് വരുന്നതും ഹിസ്റ്റോറിക് ആയിട്ടുള്ളൊരു മാൻഡേറ്റ് തന്നെയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ല എന്ന് ഇന്നലെയും കൂടി ശടിച്ചു പറഞ്ഞവരാണ് നിങ്ങൾ എല്ലാവരും. ആൻഡ്രോ സാർ അല്ലാതെ ഒറ്റ ഒരാൾ പോലും തൃശ്ശൂർ എന്നൊരു വാക്ക് മിണ്ടിയില്ല. തൃശ്ശൂരിൽ 3ാമതാകുമെന്ന് പറഞ്ഞതാണ് പ്രവചന സിംഹം ഉണ്ണിസാറിന്റെ പ്രവചനം. അതെവിടെ പോയി എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ള കാര്യം. ഇനി ഡെമോഗ്രാഫിക് സിറ്റുവേഷൻ അതെല്ലാം നോക്കി തന്നെയാണ്. കേരളത്തിൽ ഒരിക്കലും വരാൻ പോകുന്നില്ല. അതിനായി കുറെ വോട്ട് കണക്കുകളും ഇവിടെ പറയുന്നുണ്ടായിരുന്നു എല്ലാവരും. മുസ്ലിം പോപ്പുലേഷൻ ഇത്രയാണ്, അതിൽ നിന്ന് ഒരു വോട്ട് പോലും കിട്ടില്ല. ക്രിസ്ത്യൻ പോപ്പുലേഷൻ ഇത്രയാണ്, അതിൽ നിന്ന് 6% കിട്ടിയാലായി എന്ന് പറഞ്ഞുകൊണ്ട് ആൻഡ്രോ സാർ പറഞ്ഞപ്പോൾ ഇടപെട്ടതും ഞാൻ ഇന്നലെ കേട്ടത് നന്നായി ഓർക്കുന്നുണ്ട്. അതെല്ലാം അട്ടിമറിച്ചുകൊണ്ട് കെ മുരളീധരൻ ഇപ്പോൾ രാഷ്ട്രീയ വനവാസത്തിന് പോകേണ്ട, ആനമുട്ടയിടും സുരേഷ് ഗോപി എന്ന് പറഞ്ഞ കെ മുരളീധരന് രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോകേണ്ട സാഹചര്യം തൃശ്ശൂരിൽ ഉണ്ടായിരിക്കുകയാണ്. തൃശ്ശൂരിൽ വിരിഞ്ഞ ഒറ്റ താമര മതി ഇനി അങ്ങോട്ട് കേരളം പിടിക്കാൻ ബിജെപിക്ക്. അത്രയും ആത്മവിശ്വാസത്തിലാണ് കേരളത്തിലെ ബിജെപി. ആ ഒരു ആത്മവിശ്വാസം തെക്കു പിടിക്കുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞ് കേരളത്തിലടക്കം വന്നിട്ടുണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ വിരിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് സഹതപിക്കുന്നവരോട് കേരളത്തിൽ വിരിഞ്ഞ ഒന്ന് മറ്റു പലയിടങ്ങളിലും ഉയർന്ന വോട്ട് വിഹിതം, ആറ്റിങ്ങലിൽ 3 ലക്ഷത്തിന് മുകളിലേക്ക് പോയി, ആലപ്പുഴയിൽ വോട്ട് വിഹിതം കൂടുന്നു, തിരുവനന്തപുരത്ത് ജയത്തിന് തൊട്ടരികെ വരെ, അതായത് 1 ലക്ഷം വോട്ട് വരെ ഭൂരിപക്ഷത്തിലേക്ക് പോയ ശശി തരൂരിനെ ഓടിയെത്തേണ്ടി വന്നു 15,000-ലേക്ക്. അതും തീരദേശം തുണച്ചതുകൊണ്ട് മാത്രം. നഗരമേഖലകൾ പൂർണ്ണമായും ശശി തരൂരിനെ കൈവിടുന്നതാണ് ഈ വോട്ടെണ്ണൽ വേളയിൽ ഉടനീളം നമ്മൾ കണ്ടത്. ഇനി തിരിച്ച് നാഷണൽ സാഹചര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തെലങ്കാനയിൽ സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ഗ്രോത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. തമിഴ്നാട്ടിൽ 11 സീറ്റുകളിൽ 2ാമതാണ് ബിജെപി. അത് അടുത്ത തവണ കൺവേർട്ട് ചെയ്തോളും. ആദ്യം ഇറങ്ങിയ തവണ തന്നെ അണ്ണാമലൈ എല്ലാ സീറ്റും നേടണമെന്നില്ല. 11 സീറ്റുകളിൽ 2ാമതാണ്. അത് അടുത്ത തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും ആ വോട്ട് വളർച്ച സീറ്റായി തന്നെ തമിഴ്നാട്ടിൽ മാറും. ഇനി ആന്ധ്രാപ്രദേശിലെ ഡോമിനേഷനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അവിടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഫോം ചെയ്യുന്നു. പിന്നെ ഇന്ത്യ അലയൻസിനെ കുറിച്ച് പറയാം. ഇന്ത്യ അലയൻസ് എല്ലാ കാർഡുകളും ഇറക്കിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. നരേന്ദ്രമോദി പറഞ്ഞത് മാത്രമല്ല, ഇന്ത്യ അലയൻസ് എല്ലാ കാർഡുകളും, യു പിയിൽ മാത്രം എത്ര ലഘുലേഖകളാണ്, എത്ര സ്നിപ്പറ്റ്സ് ആണ് വിതരണം ചെയ്തത്. യു പിയുടെ എവറി നുക്ക് ആൻഡ് കോർണർ ഭരണഘടന അട്ടിമറിക്കുന്നു, രാജ്യത്ത് നിന്ന് ആളുകളെ പുറത്താക്കാൻ പോകുന്നു, സംവരണം എടുത്തു കളയാൻ പോകുന്നു തുടങ്ങി എത്ര ലീഫ്ലെറ്റുകൾ എല്ലായിടത്തും വിതരണം ചെയ്തു. അങ്ങനെയുള്ള കളിക്കാൻ പറ്റുന്ന എല്ലാ കളികളും കളിച്ചതിന് ശേഷമുള്ള ഒരു പൊസിഷനാണ്, ഒരു മാൻഡേറ്റ് ആണ് തേർഡ് മോദി ഗവൺമെന്റ് ഫോം ചെയ്യാനായിട്ട് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് കൂടി കാണേണ്ടതുണ്ട്. പിന്നെ ഈ പറയുന്ന നിരാശയൊക്കെ കുറെ ഉണ്ടാകും, കുറച്ച് സങ്കടവും ഉണ്ടായി എന്ന് വരും. പക്ഷേ അതിൽ നിന്നൊന്നും പതറി തിരിച്ചു പോകുന്ന പാർട്ടി അല്ലാത്തിടത്തോളം നരേന്ദ്രമോദിയും അമിത്ഷായും ബിജെപിയും ഒന്നും തിരിച്ചു പോകാനായി പോകുന്നില്ല. പിന്നെ ഇനിയിപ്പോൾ അടുത്ത 1826 ദിവസങ്ങൾ മുന്നിലുണ്ട്. അടുത്ത 5 വർഷം എന്ന് പറഞ്ഞാൽ 1826 ദിവസമാണ്. 1826 ദിവസം ധാരാളമാണ്. 2029 ഇന്ത്യ മുന്നണി ഇപ്പോൾ എത്തിയതിൻ്റെ പകുതി പോലും എത്തില്ല. കഴിഞ്ഞ തവണത്തേതുപോലെ 51 സീറ്റിലേക്ക് കോൺഗ്രസ് തിരികെ മടങ്ങുന്നു, അല്ലെങ്കിൽ അതിന് താഴേക്ക് പോകുന്നത് കാണേണ്ടി വരുന്നത് കൂടി സാർ ഓർക്കണം. പിന്നെ അതുപോലെ ഇവിടെ വേറൊരു കാര്യം പറയട്ടെ. 5 വർഷമൊക്കെ തികയ്ക്കും സാർ. 5 വർഷം തികയ്ക്കാതിരിക്കാനായിട്ട് 5 പ്രധാനമന്ത്രിയല്ലല്ലോ, ഒറ്റ പ്രധാനമന്ത്രിയല്ലേ ഉള്ളൂ. ഒരു കാര്യം കൂടി പറയാം. 240 കുറിച്ച് ഇവിടെ കളിയാക്കിയല്ലോ. 1991 ശേഷം ബിജെപി അല്ലാതെ ഒരു പാർട്ടി 240 ഒറ്റയ്ക്ക് കടന്നിട്ടുണ്ടോ പാർലമെന്റിൽ? ഉണ്ണിസാർ മാധ്യമപ്രവർത്തനത്തിലേക്ക് വന്നതിന് ശേഷവും അതിന് മുൻപുമുള്ള കാര്യങ്ങൾ അങ്ങേക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. 1991 ശേഷം 240 കൂടുതൽ സീറ്റുകൾ ഒറ്റയ്ക്ക് നേടിയിട്ടുള്ള ബിജെപി അല്ലാത്ത ഒറ്റ പാർട്ടിയുമില്ല. അതായത് 33 വർഷം മുമ്പാണ് ഉള്ളതാകെ. അപ്പോൾ അതും നമ്മുടെ മുന്നിലുള്ള ചരിത്രമാണ്. അപ്പോൾ 240 ഇത്രയും പ്രചരണങ്ങളെയൊക്കെ അതിജീവിച്ച് നേടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റുകൾ പറ്റിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ ജനങ്ങൾ തിരുത്താൻ ആവശ്യപ്പെടുന്ന കാര്യങ്ങളുണ്ടാകും. അതൊക്കെ തിരുത്തി അവർ മുന്നോട്ട് പോകും. എന്തായാലും ബിജെപി എലോൺ 240 എന്നുള്ളത് നിങ്ങൾ കൂടി സമ്മതിക്കുന്ന ഫിഗറാണല്ലോ. ഫൈനൽ ഫിഗർ വരുന്നത് എന്തായാലും 240 എന്ന് പറയുന്നത് ഉറപ്പാണ്. അപ്പോൾ നേരത്തെ ആൻഡ്രോ സാർ പറഞ്ഞല്ലോ 240, അതിനപ്പുറം പോകില്ല. ശരിയാണ്. നിങ്ങളുടെ വിശകലനങ്ങളെ, നിങ്ങളുടെ ദീർഘവീക്ഷണത്തോടെയുള്ള നിലപാടിനെയൊക്കെ ഞാൻ അംഗീകരിക്കുന്നു. ഉണ്ണിസാർ പ്രവചന സിംഹം തന്നെയാണ്. ഞാൻ അത് ഉണ്ണിസാർ ആയിരിക്കും കേരളത്തിലെ ധ്രുവറാട്ടി എന്ന് ഈ ചർച്ച കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ആളുകൾ കളിയാക്കിയപ്പോൾ ഞാൻ ഉണ്ണിസാറിനോട് പറയുകയും ചെയ്തതാണ് അല്ലേ. ഓക്കെ, നോക്കൂ, ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിൽ 64 എന്നുള്ള NDA 35 എങ്ങനെ വന്നു എന്നത് എങ്ങനെ വിശദീകരിക്കും? ശരിയാവില്ല.
ശരിയാവില്ല, വിശദീകരിക്കാൻ പറ്റില്ല എന്നാണോ? വിശദീകരിക്കാൻ പറ്റില്ല എന്നല്ല, ഞാൻ പറഞ്ഞ് പൂർത്തിയാക്കാൻ അതൊരു ചോദ്യമാണ് എനിക്ക്. അല്ലല്ല, താങ്കൾ പറഞ്ഞപ്പോൾ ഉപചോദ്യം ഞാൻ ചോദിക്കാമായിരുന്നല്ലോ. ചോദിച്ചില്ലല്ലോ, അതെന്റെ മാന്യത. ആ മാന്യത കൂടി തന്നെയാണ് ഈ ചർച്ച. നിങ്ങൾ എന്താണ് ഈ പറയുന്നത് സുജയ? അല്ലല്ല, ഒരു കാര്യം, ഒരു പോയിന്റ് സമാധാനപരമായ ചോദിച്ചല്ലേ ഉള്ളൂ. എന്തിനാ അസ്വസ്ഥയാവുന്നത്? ഞാൻ അസ്വസ്ഥയൊന്നും ആകുന്നില്ല. പറഞ്ഞോളൂ ഉത്തരം. തൃശ്ശൂരിൽ BJP ജയിച്ചതിന്റെയും ആലത്തൂരിൽ മാത്രം കനൽ ഒരു തരിയായതിന്റെ അസ്വസ്ഥതയുള്ളവർ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ആർക്കാണ് അസ്വസ്ഥത? തൃശ്ശൂരിൽ രാഷ്ട്രീയ വിജയമല്ലാതെ വ്യക്തിപരമായി തനിക്ക് കിട്ടിയ വിജയം എന്ന രീതിയിലാണ് സുരേഷ് ഗോപി പറഞ്ഞിട്ടുള്ളത്. രാഷ്ട്രീയ വിജയം ആട്രിബ്യൂട്ട് ചെയ്തിട്ടില്ലെന്ന് മാത്രവുമല്ല, കേരളത്തിൽ വ്യക്തി രാഷ്ട്രീയത്തിൽ അധിഷ്ഠിതമായിട്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? തൃശ്ശൂരിൽ എന്റെ വിജയം BJPയുടെ മാത്രം വിജയമല്ല. അല്ല, കോൺഗ്രസ് CPM ഒക്കെ വോട്ട് ചെയ്തിട്ടാണ്. അതെ, അതാണ് അദ്ദേഹം പറയുന്നത്. അതാണ് ഓപ്പണായിട്ട് പറഞ്ഞു. സ്ഥാനാർത്ഥി വ്യക്തി കേന്ദ്രീകൃതമാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? വ്യക്തി കേന്ദ്രീകൃതമായി ഇടതുപക്ഷത്തിന് ആകെ ജയിപ്പിക്കാൻ കഴിഞ്ഞത് കെ രാധാകൃഷ്ണൻ. അത് CPM കിട്ടിയ വോട്ടല്ല, കെ രാധാകൃഷ്ണൻ കിട്ടിയ വോട്ടല്ല. ആവട്ടെ, അവിടെ TN സർവീസ് വോട്ട് പിടിച്ചു എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പക്ഷേ എന്റെ ചോദ്യം ഇതായിരുന്നു, ഉത്തർപ്രദേശിൽ എങ്ങനെയാണ് സുജയ പാർവതി 64 സീറ്റുകൾ കിട്ടി NDയുടെ വീഴ്ച 35ലേക്കുള്ള വീഴ്ചയെ എങ്ങനെയാണ് ആ വീഴ്ചയെ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. വീഴ്ചയാണ്. അഖിലേഷ് യാദവിന്റെ, അതായത് നമ്മുടെ തത്സമയ സംപ്രേഷണം പോകുമ്പോൾ തന്നെ ഞാൻ ഇതിന് മറുപടി പറഞ്ഞതാണ്. അഖിലേഷ് യാദവിന്റെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങും കൃത്യമായിട്ടുള്ള പ്രൊപ്പഗാൻഡയും അവിടെ എല്ലാ നൂക്ക് ആൻഡ് കോർണറിലും എത്തിയിട്ടുണ്ട്. അവിടെ പ്രചരിപ്പിച്ചത് എന്താണ്? ഇവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ സംവരണം എടുത്തു കളയാൻ പോകുന്നു എന്ന് പറഞ്ഞ ആളുകളെ പാനിക്കാക്കി. അങ്ങനെ സംഭവിക്കാൻ പോകുന്നില്ല എന്ന് അടുത്ത 5 വർഷത്തെ ഭരണം കൊണ്ട് UPക്കാർക്ക് മനസ്സിലാകും. ഇപ്പോൾ പോയവർ അതേപോലെ തന്നെ തിരിച്ചു വരികയും ചെയ്യും. പിന്നെ ഈ ഇന്ത്യ മുന്നണി ഇത്രയ്ക്ക് സെലിബ്രേറ്റ് ചെയ്യുന്നതിനാണ് 233 ആകെയുള്ളത്. BJPക്ക് ഒറ്റയ്ക്ക് കിട്ടിയ 240 അത്ര പോലും ഇന്ത്യ മുന്നണിക്ക് കിട്ടിയിട്ടില്ല. ഒരു കേവല ഭൂരിപക്ഷത്തിന് അടുത്തൊരു 265 ഒക്കെ കിട്ടിയിട്ട് ഇത്രയും പറയുകയാണെന്നുണ്ടെങ്കിൽ കേൾക്കാനെങ്കിലും ഒരു രസമുണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഫൈനൽ ടേക്ക്.